ഹായ്, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അതെന്താ ചക്ക കൂട്ടാനാണ് കേട്ടോ, രാവിലത്തെ പണിയാണ്. ഇന്നലെ നമ്മൾ വിരുന്ന് പോയപ്പോൾ സന്ധ്യച്ചിൻ്റെ വീട്ടിൽ നിന്ന് ചക്കയും കൊണ്ടാ പോകുന്നത്. കണ്ട നല്ല വരിക്ക ചക്ക. ഇന്നേക്ക് പഴുക്കുമെന്ന് വിചാരിച്ചിരുന്നു, പഴുത്തത് തിന്നാന്നാ കരുതി പോകുന്നത്, പക്ഷേ പഴുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് കറി വെക്കുകയാണ്, ചക്ക കൂട്ടാനാണ് കേട്ടോ ഇന്നത്തെ കറി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചക്ക കൂട്ടാനൊക്കെ ആണെന്നല്ലേ. സംഭവം ശരി തന്നെയാണ്. ചക്കക്കാലം കഴിയുന്ന വരെ ചക്ക കൂട്ടാൻ നമ്മൾക്ക് ഉണ്ടാവും. ചക്ക കൂട്ടാനും ചക്കേൻ്റെ കുരു എടുത്ത് വയ്ക്കും ഇനി. അപ്പോൾ നമുക്കിത് ചക്കയ്ക്ക് ചക്കക്കുരു കൂടെ വെള്ളരിക്കയും ചക്കക്കുരു കൂടെ മുരിങ്ങയും ചീരയും എന്തൊക്കെ കിട്ടണം അതൊക്കെ ഇട്ടിട്ട് ചക്കക്കുരു കളയൂല. എന്തെങ്കിലുമായിട്ട് ഈ പരിപ്പിന് പകരം ഈ കുരു ഇട്ടിട്ട് കറിയാക്കി വയ്ക്കും. അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് അത് നല്ല വരിക്ക ചക്കയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രസമാണ് കറി വെച്ചാൽ കേട്ടോ. നമ്മൾ എരിശ്ശേരി ആക്കിയിട്ട് വെക്കാം, തേങ്ങ ഇട്ടിട്ട് അങ്ങനെ വെക്കാം, തേങ്ങ അല്ലാതെ വെക്കാം, എല്ലാ കോലത്തിലും വെക്കാം. ചക്ക ഇഷ്ടപ്പെടുന്നവർക്ക് ചക്ക എങ്ങനെ വെച്ചാലും ഇഷ്ടമാണ്, അടിപൊളിയാക്കിയിട്ട് അല്ലേ. അമ്മ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കുറേ നമ്മൾ പച്ച ഇങ്ങനെ പറിച്ച് തിന്ന് ഏകദേശം തീരുമാനമായിട്ട്. ഇവിടെയുള്ള കുറച്ച് തണുപ്പല്ലേ നമുക്ക്. അതാണ് ഇങ്ങോട്ട് തൊടിയിൽ ഇങ്ങോട്ട് ഈ മൂലക്കലുള്ളു കുറച്ച് തണുപ്പ്. കണ്ട നല്ല മരങ്ങളെ ഇടയിലാണ് ഇരിക്കണത്. അവിടേക്കൊന്നും ആ ടാർപ്പായന്റെ ചോട്ടിക്കൊന്നും പോവാനേ പറ്റൂല. അമ്മ അരിയാന വരുന്ന എഴുതി തിന്നാനാണ് വന്നത്. എന്താണ് കുട്ടിയമ്മയ്ക്ക് രണ്ടെത്ത് കൊടുത്തത്. അപ്പൊ ഇന്ന് മദേഴ്സ് ഡേ ആണ്. എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ അല്ലേ. ഫസ്റ്റ് പറയാൻ മറന്നു. ഫസ്റ്റ് പറയണമെന്ന് മനസ്സിൽ വന്നു. പിന്നെ അതെന്താണെന്നറിയോ, തുടക്കം പറയാൻ അമ്മ ഒപ്പം ഉണ്ടായില്ലല്ലോ, ഞാനല്ല. അമ്മ അപ്പം അടുക്കളയിലായിരുന്നു. അപ്പോൾ അമ്മേനെ അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ച് വരുത്തേണ്ടതിന് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അല്ലേ ഇത് കാണിച്ചത്. അതുകൊണ്ടാണ് അത് വിട്ടുപോയത്. അതെപ്പോൾ ആയാലും കുഴപ്പമില്ല അല്ലേ. ഇന്നൊരു ഫുള്ളും ദിവസം ഉണ്ടല്ലോ. പിന്നെ നമ്മൾ വേഗം കറിയൊക്കെ ആക്കിയിട്ട് ഒരുങ്ങി നിൽക്കുന്നത് എന്തിനാണെന്നറിയോ, നമ്മളെ പൂതവും കാളയൊക്കെ വരുന്നുണ്ട് നമ്മളെ വീട്ടിൽ കളിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളെ പുതിയ വീട്ടിലെ ഫസ്റ്റ് താലപ്പൊലിയാണ് വരുന്നത്. അപ്പോൾ ഒരു 12-1 മണിയൊക്കെ അവിടെ നേരത്താണ് വരല്. അപ്പോൾ ഇപ്പം തന്നെ ആ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഇങ്ങനെ ചെണ്ട സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആണോ? അതെ, അവിടുന്ന് ഇങ്ങോട്ട് നടന്ന് ഓരോ വീട്ടിലും ഇങ്ങനെ കളിച്ച് കുമ്പിട്ടിട്ടാണ് ഇങ്ങോട്ട് വരിക. ഫസ്റ്റ് നമ്മളെ തറവാട്ട് അമ്പലത്തിൽ പൂതം ഒന്ന് കളിച്ചതിൻ്റെ ശേഷമാണ് തറവാട്ട് വീട്ടിൽ കളിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് വരും. അപ്പോഴേക്കും നമ്മളിവിടെ എല്ലാ ഇതും റെഡിയാക്കി വെക്കണം, വിളക്ക് കാര്യം അരി എല്ലാം ആക്കി വെക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു സന്തോഷവും എല്ലാം കൂടി ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ആകാംക്ഷയിൽ ഇങ്ങനെ ഇരിക്കണത്. അപ്പോഴേക്കും ചോറും കറിയൊക്കെ ആക്കണം. നിങ്ങൾ എന്തെങ്കിലും എടുത്തിക്ക് വരില്ലേ. അപ്പോൾ ഒരുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചോറും കറിയൊക്കെ ആക്കിയിട്ട്. അപ്പോൾ ചക്കൊക്കെ അരിഞ്ഞ് സെറ്റാക്കി എടുക്കട്ടെ. ഒരിക്കട്ടെ സാധനം. ഒരാൾ അടുക്കള പണി, ഒരാൾ ഇവിടെ വേണ്ടില്ല. അത് അപ്പൂസിനെ വിളിച്ചാൽ മതി. അപ്പൂസ് ഉണ്ടല്ലോ അവിടെ. അപ്പൂസിന് സന്ദേശിന്റെ മോളെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളെ. അപ്പോൾ 2 വരാന്നാ പറഞ്ഞത്. അപ്പോൾ ചെക്കന് മനു പറഞ്ഞു നാളെ വരാന്ന്. കുട്ടീനെ സോണീനെ കൂട്ടിയിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ സമാധാനത്തിലാണ്, റിസൾട്ടൊക്കെ അറിഞ്ഞ് ഇതുവരെ റിസൾട്ട് അത് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നു മക്കള്. ഇപ്പോൾ അതെല്ലാം ആയല്ലോ. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പൂസിന്റെ ഒരാളായി കൂട്ടിന്. സ്റ്റോറി നാളെ വരും. നമ്മള് സ്റ്റോറി ഒന്നും എടുക്കണില്ല കേട്ടോ ഇന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റോറി എഴുതും വേണം, എഴുതിയിട്ടൊക്കെ വേണം. പിന്നെ അമ്മേനെ പഠിപ്പിക്കുക. എന്തായാലും കുറേ സമയം ഞങ്ങൾക്ക് വരുന്നില്ല. സ്റ്റോറി തന്നാതെ നമുക്ക് റെഡിയാവും അല്ലേ, സെറ്റാക്കി വരണം. പിന്നെ പറഞ്ഞിരുന്നു അതൊരു ഇതായിട്ട് പറയല്ല കേട്ടോ. നമ്മൾക്ക് സ്റ്റോറി ചെയ്യുമ്പോൾ നമുക്കതിൽ കുറേ എന്താ പറയുക, ഫീലിംഗ് ആയിട്ടുള്ള സ്റ്റോറി, അതേപോലെ റൊമാൻറ്റിക് ആയിട്ടുള്ള സ്റ്റോറി, പല രീതിക്കാവും നമ്മൾ സ്റ്റോറി ഇടുക. കാരണം നമുക്ക് എല്ലാ രീതിക്കും നമുക്ക് അഭിനയിക്കേണ്ടി വരും. അതിപ്പോൾ എല്ലാ മേഖലയിലും നമുക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ കുറച്ച് അങ്ങോട്ടേക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മളെ റിയൽ അനുഭവം അല്ലല്ലോ നമ്മൾ കാണിക്കണേ.
നമ്മൾ അഭിനയിക്കല്ലേ, അതെ. റിയൽ അല്ല കേട്ടോ. ഒരിക്കലും ഞാനും അമ്മയും പോരടിച്ചിട്ടല്ല കഴിയുന്നത്, അഭിനയിക്കാണ്. അതുകൊണ്ടാണ് നമ്മള് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരിക്കലും അത് കണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ചെയ്യരുത് എന്ന് പറയരുത്, കാരണം നമ്മളത് അഭിനയിക്കുകയാണ് കേട്ടോ. വീണ്ടും വീണ്ടും എടുത്ത് പറയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അമ്മ എന്നെ ഉപദ്രവിക്കുന്നതും ഞാൻ അമ്മേനെ ഉപദ്രവിക്കുന്നതും ഞാൻ സന്തോഷേനെ ഉപദ്രവിക്കുന്നതും ആൾ ഇന്നെ ഉപദ്രവിക്കുന്നതും എല്ലാം ഉണ്ടാവും, മിക്സ്ഡ് ആണ്. ഇനി അപ്പൂസിനെ മാത്രമല്ല അതിന് കിട്ടാത്തത്. ഓനൊക്കെ ഉപദ്രവിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഓനങ്ങോട്ട് വരുന്നില്ല. വൈകാതെ അതും ഉണ്ടാവൂല. അപ്പൊ അല്ലേ അപ്പൂസ് അമ്മേനെ ഉപദ്രവിക്കുന്നുണ്ടാവും. അമ്മ ചക്കായ്മ കാറില്ല, അത് ഇളകുന്നുണ്ട് കല്ല്. വരുന്നുണ്ടോ? അതിനുള്ള സെറ്റാക്കി വെക്കാം നമുക്ക്. ഒക്കെ വാഴ മൊത്തം എടുക്കരുത് കേട്ടത്. അങ്ങനെ കാട്ടിയ വാഴഞ്ഞും വേണ്ടേ. എന്താ കാൽമ മുറിയുണ്ട് അപ്പൂസ? കാല് ഇങ്ങനെ കൊളത്തിക്കണേ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ. മോഡല് തിന്നതാ. അപ്പൊ അത് ഉണ്ടാക്കണ കാണിക്കലത് അമ്മേന്റെ കൈപ്പുണ്യം അറിയാന്ന് കരുതില്ലേ. കൊറേ ദിവസമായി, ദിവസമല്ല ഒരു വർഷമാണ്, 10-11 മാസമായി. 10 മാസമായി അടുക്കള കയറിയിട്ട്. അപ്പൊ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പൊ ഉള്ളി കിഴങ്ങ് നന്നാക്കി വെച്ചു, വെണ്ടയ്ക്ക അരിഞ്ഞു, തക്കാളി, പരിപ്പ് തടുപ്പത്ത് വെച്ചിട്ട് പരിപ്പ് വേവാനായിട്ട് ഇനി അത് സാധനക്കെട്ട് നമ്മളെ ഗ്യാസ് കഴിഞ്ഞു പോയിട്ടോ. അപ്പോൾ നമ്മളൊക്കെ അടുപ്പിലുണ്ടാക്കുന്നത്. നമ്മൾ പണ്ടേ അടുപ്പിലുണ്ടാക്കിയ ഇപ്പോൾ ഗ്യാസ് ഉണ്ടായപ്പോ ഇങ്ങനെ നല്ല ചൂടാണ്. അടുക്കള പണി നമുക്ക് പെട്ടെന്ന് നോക്കാം. ശിജിലേ ഇന്നിപ്പോ ഇനി ഒരു കൊല്ലായിട്ട് ഇപ്പൊ എന്റെ കൈപ്പുണ്യ തിന്നണത്. ഒന്ന് ചേഞ്ച് കിട്ടിയതിട്ടാ. ചക്കക്കുരു കൊണ്ട് ഉപ്പേരി അല്ല, ചക്ക കൂട്ടാനും ചക്ക കൊണ്ട് ഉപ്പേരി ഉണ്ടോ? ഇപ്പൊ നാളെ തന്നെ അല്ല, ഈ ചക്ക തിന്നേണ്ട ടൈമിൽ നമ്മൾ ചക്ക തിന്നണം, മാങ്ങ തിന്നേണ്ട ടൈമിൽ നമ്മൾ മാങ്ങ തിന്നണം. പിന്നെ ഏതായാലും വെറൈറ്റി ആണ് അല്ലേ ഫുഡ്. അപ്പൊ നമ്മള് ചക്ക ഉണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇളക്കി വെക്കാം. മഞ്ഞളും ഉപ്പിട്ടിട്ട് അടുപ്പത്ത് വെച്ചാൽ കേട്ടോ. അപ്പം നമ്മളെ കലത്തിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. കലത്തിൽ വെച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചത് വേവട്ടെ. അപ്പൂസ് തണുപ്പത്ത് വയ്ക്കണം. അപ്പൂസ് കഴിഞ്ഞൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചതാണ്. ഡൈലിയിടട്ടെ. ഇത് ഇനി ഒന്ന് ഒരു പകുതി മുക്കാൽ വേവാകുമ്പോൾ തക്കാളിയും വെണ്ടയ്ക്കണം. നല്ല ചൂടായിട്ടില്ല, കുറച്ച് ചൂട് കൂടി. അല്ലെങ്കിൽ പച്ച തീറ്റോട് നിർത്തിടുന്നു. അതാണ് ഇനി കരിവേപ്പിനെ കൂടി കുഴിച്ചിടണം നമുക്ക്. ഏകദേശം നമുക്ക് ആയിട്ട് ഇവിടെയൊക്കെ മാങ്ങയല്ല ചക്ക, അടയ്ക്കപ്പഴം, കറുത്ത, പിന്നെന്താ റംബുട്ടാന്, ഡ്രാഗൺ ഫ്രൂട്ട്. ഇനി നമുക്ക് മുന്നിൽ എന്തെങ്കിലും ഒന്ന് കുഴിച്ചിടണം. അവിടെ നമുക്ക് ആകെ നല്ല ചൂടാണ്. നമുക്ക് ഇന്ന് വെള്ളത്തിന്റെ പണി നടക്കണം കേട്ടോ, കുടിവെള്ളത്തിന്റെ. അത് കിട്ടിയാൽ നമുക്ക് ഫുള്ള് വെള്ളമായി. നമ്മൾ പൊടി മഞ്ഞപ്പൊടി പൊടി മറന്നോ? അമ്മ കുക്കിംഗ് ഒക്കെ ഒരു കൊല്ലായപ്പത്തിന് മറന്നോ? മഞ്ഞപ്പൊടി ഇട്ടു, ശേഷം മുളക് പൊടി ഇട്ടു, കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. അപ്പൊ എന്റെ ഫ്രണ്ട് എവിടെ? സോണി അവിടെ പാറയാണ്, അവിടെ നോക്കിയോ കുറച്ച് മണ്ണൊക്കെ ഇട്ടാണ്ട് ഞാൻ കാണിച്ചു. ലേശം കുരുമുളക് പൊടി ഇട്ടു. ഇതിന് ഇഷ്ടമല്ല കേട്ടത്, എന്നാലും ഒരു ലേശം ഇട്ടെ.
സാമ്പാർ 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 റെഡിയായി. അപ്പം ഇനി കുറച്ച് പുളി ഒഴിക്കണം. കാണുന്നതല്ലേ ഷിജ? കച്ചറുണ്ടാവോ? സാമ്പാർ നന്നായി പറഞ്ഞിട്ട് നന്നായി പറഞ്ഞിട്ട് നമുക്ക് ലേശം സാമ്പാർ പൊടി കേട്ടോ. അടിക്കുന്നില്ല കേട്ടോ, സാമ്പാർ പൊടി എന്നിട്ടുണ്ട്. സാമ്പാർ നല്ല കളറൊക്കെ ഉണ്ട് എന്ന് പറയുന്നേ. ഇനി അതേമാതിരി ഇതിന് ടേസ്റ്റും കൂടി ഉണ്ടായാൽ അടിപൊളിയാ. കണ്ടാ തന്നെ അറിയില്ല അമ്മമാരുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാ ചേച്ചി പറഞ്ഞു കൊടുക്കേ വേറെ തന്നെ. അതുകൊണ്ടാണ് ഈ മാതൃദിനത്തില് അമ്മനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ നോക്കി പറയേ. അതുകൊണ്ടാണ് അമ്മേനെ കൊണ്ട് തന്നെ അമ്മേനെ സാമ്പാർ അമ്മേന്റെ കൈ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കണം. മാതൃദിനത്തില്ലേ സാമ്പാറും ചക്കക്കൂട്ടാനും പിന്നെ ഒരു തൈര് ഒക്കെ ആക്കിയിട്ട് അങ്ങനെ ഒരു സാധനം. പിന്നെന്താ അപ്പൊ മാതൃദിനായോണ്ട് നമുക്ക് അമ്മേന്റെ കൈപുണ്യം അറിയാന്ന് കരുതി. അപ്പൊ ഞാൻ പുളി കേട്ടോ എല്ലാ അമ്മമാർക്കും സമർപ്പിക്കുന്നു. നമ്മളൊന്നിട്ട് തിളച്ചിട്ട് നമ്മളെ സാമ്പാർ നമ്മൾ കഴിക്കണ കാണിച്ചല്ലേ. അപ്പൊ ഞങ്ങൾ ചോറിനാൻ പോവാട്ടോ. ചോറ്, ചക്കക്കൂട്ടാന്, പപ്പടം, തൈര് ഇന്നൊക്കെ അമ്മയ്ക്കനെ വേണമെന്ന് നിർബന്ധാണ്. അതല്ലേ മാതൃദിനം. വളമ്പ് അമ്മക്ക് ആദ്യം ചക്കക്കൂട്ടാനാണ് കൂടെ. അതാ ചക്കക്കൂട്ടം പുറത്തേക്ക് പോയി. സാമ്പാർ ഒഴിക്കും. സാമ്പാർ ഒഴിക്കി. മതി 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 അമ്മ മതി. അമ്മ പഴയ മതിക്ക് ഇട്ടിട്ട് ഞാൻ അത്ര തിന്നല്ലല്ലോ ഇപ്പൊ. അപ്പൊ എല്ലാതായി നമ്മള് കഴിക്കല്ലേ. അപ്പൊ നിങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി മാതൃദിന ആശംസകൾ. അപ്പൊ എല്ലാവരും സാമ്പാറും ചക്കക്കൂട്ടാനും ചോറൊക്കെ ഉണ്ടാകുന്നുണ്ട്. എല്ലാവർക്കും ബൈ.